Mangalavanam Bird Sanctuary, a proposed eco-sensitive area known to be the green lung of Kochi, has been facing degradation of physical environment. Home to vastly covered mangroves and around 90 migratory birds, this 7-acre green cover is under pressure exerted by civil constructions around the area, causing inward biotic growth and ecological collapse. ഈ ബേർഡ് സാങ്ച്വറികൾക്ക് ചുറ്റും ഏകദേശം 20 തൊട്ട് 25 നില വരെയുള്ള ഹൈ റൈസ്ഡ് ബിൽഡിംഗ് ആണ് ചുറ്റും. അപ്പോൾ ഇവിടെ വന്ന് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും വാട്ടർ ബേർഡ്സ് ആണെന്ന് പറഞ്ഞു. വാട്ടർ ബേർഡ്സിനോട് ഇങ്ങോട്ട് പറന്നു വരണമെങ്കിൽ ഒരു വേ, അതായത് അവർക്ക് ഫ്ലൈയിങ്ങിനായിട്ടുള്ളൊരു വേ, നാവിഗേഷൻ പാത്ത് ഇന്നില്ല. കൂടാതെ ഇവിടെ നെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സാധാരണഗതിയിൽ പോയി വേമ്പനാട്ട് ലേക്കിൽ പോയാണ് ഫിഷ് പിടിച്ചുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിങ്ങനെ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിറക് ഓട്ടോമാറ്റിക്കലായി നനയും, പിന്നെ അതുങ്ങൾക്ക് നേരെ മുകളിലേക്ക് പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരാനൊരു വഴിയില്ലാത്തത് മൂലം പക്ഷികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. Due to dredging activity in the coast, this tidal wetland area is affected by heavy sedimentation. ഇപ്പോൾ ലോ ടൈഡ് ടൈം വരാൻ നേരത്തേക്കും ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി ഫിഷുകൾ ഇതിനുള്ളിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന പക്ഷികൾക്ക് തന്നെ ആവശ്യമായ മീൻ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത കാരണം അവർക്ക് ആവശ്യമായ ഫുഡ് കിട്ടുന്നില്ല. Despite threats of all kinds, the existence of this biodiverse ecosystem in a polluted city like Cochin itself is significant. Being one among the only 3 bird sanctuaries in Kerala, the condition has to be addressed through adaptive management strategies. നമ്മുടെ അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന പൊല്യൂഷനുകൾ, ഈ പൊല്യൂഷൻ മൂലം വെള്ളം ചീത്തയാവുകയും ഒപ്പം അതിൽ ഓയിൽ കലരുകയും എല്ലാം ചെയ്യുന്ന വാട്ടർ ബേർഡ്സിൻ്റെ വരവിനെ ബാധിച്ചിട്ടുണ്ട്. Facing a host of issues, it's high time we save the dying lung of Kochi. I'm Juna Taragan reporting from Mangalavanam Bird Sanctuary.